നമ്മുടെ മുഖത്ത്, പ്രത്യേകിച്ചും കഴുത്തിന് മുകളിലുള്ള ഭാഗം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ ശബ്ദത്തിനുള്ള അതിൻ്റെ ഒരു ഗുണവും അതുപോലെ തന്നെ മറ്റ് പല പ്രവർത്തനങ്ങൾ, അതായത് ഇപ്പം മൂക്കുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ തൊണ്ട, അതിൽ വളരെ പ്രധാനപ്പെട്ട കുറേ ഭാഗങ്ങളുണ്ട്. അതിൽ നമ്മൾ കുറച്ച് വായു അറകളൊക്കെ ഉണ്ട്. അതിനെയാണ് നമ്മൾ സൈനസുകൾ എന്ന് പറയുന്നത്. അത് മൂക്കിൻ്റെ ഇരുവശവും പിന്നെ നെറ്റിയുടെ അവിടെയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ശബ്ദത്തിനൊക്കെ ഒരു പ്രത്യേകതയൊക്കെ തരുന്നതും ഒക്കെ. ഇപ്പോൾ നമുക്കറിയാം, മൂക്കടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദത്തിൽ വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ സൈനസുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ജോലി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ സൈനസുകളിൽ ഉണ്ടാകുന്ന അസുഖം, അത് പ്രധാനമായിട്ടും ക്രോണിക്, അതായത് ദീർഘനാൾ ചികിത്സ വേണ്ട ചില അസുഖങ്ങളുണ്ട്, പെട്ടെന്ന് പോകുന്ന അസുഖങ്ങളുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഈ അസുഖം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അതിനെ നമ്മൾ എത്ര ഗൗരവത്തോടെ എടുക്കണം, അതിൻ്റെ ചികിത്സ എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഇന്ന് ഈ പരിപാടിയിലൂടെ പങ്കുവയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ വളരെ ലളിതമായിട്ട് സൈനസുകൾ വായു അറകളാണ് എന്ന് പറഞ്ഞെങ്കിലും വൈദ്യശാസ്ത്രം ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ സൈനസുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ എല്ലിൻ്റെ കുറേ മുറികളായിട്ട് അസ്യൂം ചെയ്യുക. അത് നമുക്ക് 4 പെയറുണ്ട്. നമ്മുടെ നെറ്റിയിൽ 2 എണ്ണം, അതിനെ നമ്മൾ ഫ്രോണ്ടൽസ് എന്ന് വിശേഷിപ്പിക്കുന്നു. കണ്ണിൻ്റെ മൂക്കിൻ്റെയും ഇടയ്ക്കുണ്ട്, അതിനെ നമ്മൾ എത്മോയിഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. നമ്മുടെ മുഖത്ത് ഉണ്ട്, അതിനെ നമ്മൾ മാക്സിലറി സൈനസ് എന്ന് വിശേഷിപ്പിക്കുന്നു. നമ്മുടെ തലയുടെ അകത്തും ഉണ്ട്, അതിനെ നമ്മൾ സ്പിനോയിഡ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പം അങ്ങനെ 4 സെറ്റ് പെയർസ് ഓഫ് മുറികൾ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഈ 4 മുറികൾക്കും വാതിലുകളുണ്ട്. ആ വാതിലുകൾ തുറക്കുന്ന നമ്മുടെ മൂക്കിന്റെ പല ഭാഗത്തായിട്ടാണ്. അപ്പം ഈ സൈനസുകളിൽ നോർമലി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ കഫം ഉണ്ടാക്കാനുള്ള ഗ്രന്ഥികളുണ്ട്. ആ ഗ്രന്ഥികൾ കഫം ഉണ്ടാക്കും. അത് പഴുപ്പ് പോലത്തെ കഫമല്ല, നോർമലായിട്ട് നമ്മുടെ മൂക്കിന്റെ അകത്ത് കുറച്ചൊരു നനവുണ്ട്, നമ്മുടെ മൂക്ക് ഉണങ്ങിയതല്ല. അപ്പോൾ ആ നനവ് സൃഷ്ടിക്കുന്നത് ആ ഒരു കഫം ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അത് ഈ മുറികളിൽ ഒരു പ്രത്യേക രീതിയിൽ സഞ്ചരിച്ച് അത് വാതിലിലൂടെ നമ്മുടെ മൂക്കിന്റെ പുറകുവശത്തോട്ട് പോയി നമ്മളത് വിഴുങ്ങി പോകുകയാണ് ചെയ്യുന്നത്. ഇതാണ് സംഭവിക്കുന്ന ഒരു നോർമൽ അതിന്റെ ഒരു പ്രക്രിയ. ഈ നനവ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. അതെ, അതൊരു ഹ്യൂമിഡിഫിക്കേഷൻ. നമ്മുടെ മൂക്ക് അല്ലെങ്കിൽ ഭയങ്കര ഉണങ്ങി വരണ്ട് നമുക്ക് ഡ്രൈനസും, അതുകൊണ്ട് വേറെ അസുഖങ്ങൾ വരും. ഈ ഒരു ആവശ്യത്തിനുള്ള ഒരു നനവില്ലെങ്കിൽ അതുമൂലവും വേറെ അട്രോഫിക് റൈനൈറ്റിസ് എന്നൊക്കെ പറഞ്ഞുള്ള അസുഖങ്ങൾ വരും. ഈ ഒരു നോർമൽ പ്രക്രിയയ്ക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ തടസ്സം വരുമ്പോഴാണ് നമുക്ക് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞുള്ളൊരു അസുഖത്തിലോട്ട് പോകുന്നത്. അതായത് ഈ കഫത്തിന് ഈ മുറിയിൽ നിന്നും ഈ വാതിൽ വഴി പോകാനുള്ള വഴിയിൽ തടസ്സങ്ങൾ. അപ്പോൾ ഈ കഫം കെട്ടിക്കിടക്കുന്നു, പഴുക്കുന്നു, നമുക്ക് സൈനസൈറ്റിസ് വരുന്നു. അപ്പൊ ആ വാതിലുകൾക്ക് തടസ്സം വരുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത് പോകുന്ന വഴിയിൽ തടസ്സങ്ങൾ വരുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാകാം. അതിനാലാണ് സൈനസൈറ്റിസിൽ ചെന്നെത്തുന്നത്. പ്രവർത്തനം എങ്ങനെയാണ്? നമുക്കിത് അക്യൂട്ട് അല്ലെങ്കിൽ ചെറിയ ദൈർഘ്യം, ഒരു 12 ആഴ്ചയോ അല്ലെങ്കിൽ 2 മാസമോ 3 മാസത്തിൽ താഴെ ബുദ്ധിമുട്ടുകൾ നിലനിന്ന് അത് പൂർണ്ണമായി മാറിപ്പോകുന്ന ഒരു അവസ്ഥ, അതിനെ നമ്മൾ അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയും. ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ അത് ഒരു 3 മാസത്തിൽ ഏറെ നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതിനെ നമ്മൾ ക്രോണിക് സൈനസൈറ്റിസ് എന്നും വിശേഷിപ്പിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഈ രോഗലക്ഷണങ്ങൾ? പ്രധാനമായി രോഗിക്ക് ഉണ്ടാവുന്നത് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് മൂക്കടപ്പാണ്. അപ്പോൾ അത് ഒരു വശത്താകാം, 2 വശത്തും ആകാം. മൂക്കടപ്പ് വിട്ടുവിട്ടാകാം, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഈ മൂക്കടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള രോഗലക്ഷണം. രണ്ടാമതായിട്ടുള്ളത് മൂക്കൊലിപ്പ്, അല്ലെങ്കിൽ മൂക്കിൽ നിന്നും കഫം വരുന്ന ഒരു അവസ്ഥ. അപ്പം ആ കഫം കട്ടിയുള്ളതായിരിക്കും. അതിന് പല നിറങ്ങളാകാം, മഞ്ഞയാകാം, പച്ചയാകാം. അത് മൂക്ക് ചീറ്റി കളയുമ്പോൾ ആകാം, അല്ലെങ്കിൽ മൂക്ക് പുറകോട്ട് നമ്മൾ തൊണ്ടയിലോട്ട് വലിച്ചെടുക്കുമ്പോൾ തൊണ്ടയിലോട്ട് ഈ കഫം വരുന്ന രീതിയിലാകാം. ഇതാണ് രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമതായി ഉണ്ടാകാൻ സാധ്യതയുള്ള എന്താ വെച്ചാൽ നമുക്ക് വേദന, മുഖത്തിന്റെ പല ഭാഗത്ത് വേദന അനുഭവപ്പെടാം. സോ അത് നമ്മുടെ നെറ്റിയിലാകാം, കണ്ണിന്റെ മൂക്കിന്റെയും ഇടയ്ക്കലെ കണ്ണിന് ചുറ്റുമുള്ളതാകാം, മുഖത്താകാം, അല്ലെങ്കിൽ തലവേദനയായിട്ട് തന്നെ വരാം. അപ്പൊ അത് ഏത് സൈനസിനെ ഈ അസുഖം ബാധിക്കുന്നു ആ ഭാഗങ്ങളിലായിരിക്കും അതുകൊണ്ടുള്ള വേദന ഉണ്ടാകുക. അപ്പം വേദന മാത്രമല്ല, കുനിയുമ്പോൾ തലയ്ക്ക് ഭാരം അല്ലെങ്കിൽ മുഖത്തിന്റെ ഭാഗത്തൊരു ഭാരം അനുഭവപ്പെടുക, അതാണ് മൂന്നാമത്തെ ലക്ഷണം. നാലാമതെന്ന് പറയുന്നത് നമുക്ക് മണം കിട്ടുന്നില്ല പേഷ്യന്റ്. അപ്പൊ അത് വളരെ രൂക്ഷമായ മണങ്ങൾ ആവണമെന്നില്ല, ചെറിയ മണങ്ങളിലായിരിക്കും ആദ്യം, പിന്നെ രൂക്ഷമായ മണങ്ങൾ കിട്ടുന്നില്ല. അതിനോടൊപ്പം തന്നെ രുചിയും കിട്ടാതെ പലപ്പോഴും രോഗികൾ പറയാറുണ്ട്. അപ്പൊ ഈ 4 ലക്ഷണങ്ങളിൽ 2 അതിൽ കൂടുതലോ 3 മാസം അല്ലെങ്കിൽ 3 മാസത്തിലേറെ വിട്ടുവിട്ടായാലും കണ്ടിന്യൂസ് ആയിട്ടായാലും ഉള്ളപ്പോഴാണ് നമ്മൾ അതിനെ ക്രോണിക് സൈനസൈറ്റിസ് എന്നുള്ളൊരു അസുഖമായി രേഖപ്പെടുത്തുന്നത്. ഡോക്ടർ, ഇപ്പൊ ഈ സൈനസൈറ്റിസ് ഇത് വരാനുള്ള കാരണം എന്താണ്? ഈ ക്രോണിക് സൈനസൈറ്റിസ് പല കാരണങ്ങളാൽ വരാം. ആ കാരണങ്ങൾ എന്താണെന്ന് കറക്റ്റായിട്ട് നമ്മളൊന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്കതിന് വേണ്ട കറക്റ്റായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ പറ്റുള്ളൂ.
അതിനെ തിരിച്ചറിയണം. കാരണങ്ങൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും ഉള്ള രീതിയിലാണ് മെയിൻ ആയിട്ട് തിരിക്കുക. പ്രൈമറി എന്ന് പറയുന്നത് നമ്മുടെ സൈനസിന്റെ അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളാൽ നമുക്ക് വരുന്ന സൈനസൈറ്റിസ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഹത്തിൽ നമുക്ക് വേറെ പല രോഗങ്ങളുടെയും ഭാഗമായിട്ടും സൈനസിൽ ഇൻഫെക്ഷൻ വരാം. അപ്പൊ അതിനെ നമ്മൾ സെക്കൻഡറി എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പൊ ആദ്യം നമുക്ക് പ്രൈമറി നോക്കാം. പ്രാഥമികമായിട്ട് അതായത് സൈനസിന്റെ അകത്ത് തന്നെയുള്ള പല പ്രശ്നങ്ങളാൽ വരുന്ന സൈനസൈറ്റിസ്. അതിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ വരാം. അതായത് ഏതെങ്കിലും ഒരു സൈനസിനെ മാത്രം ബാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു വശത്തെ സൈനസിനെ മാത്രം ബാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പല സൈനസുകളെ ഒരുമിച്ച് അല്ലെങ്കിൽ രണ്ട് വശത്തെയും ഒരുമിച്ച് ബാധിക്കുന്ന രീതിയിൽ അസുഖങ്ങൾ വരാം. ഇതിൽ ഇപ്പോൾ ഒരു വശത്തായിട്ടും രണ്ട് വശത്തായിട്ടും ഒരേപോലെ വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് പൂപ്പൽ മൂലം നമുക്ക് സൈനസൈറ്റിസ് വരാം. അപ്പോൾ ഈ പൂപ്പൽ ഇപ്പോൾ നമ്മുടെ കോവിഡ് കാലഘട്ടങ്ങളിലൊക്കെ വളരെ അധികം ചർച്ചാ വിഷയമായിരുന്നു. ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കോർമൈക്കോസിസ് എന്ന് പറഞ്ഞ സൈനസിന്റെ പൂപ്പലിന്റെ അസുഖം. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് പൂപ്പലാണ്. ആ പൂപ്പൽ വരുന്നത് കൂടുതലും പ്രതിരോധ ശക്തി കുറവുള്ള രോഗികളിലാണ് ആ പൂപ്പൽ കാണുന്നത്. അപ്പോൾ ഈ കോവിഡ് എന്നുള്ള അസുഖം വരുമ്പോഴും നമ്മുടെ പ്രതിരോധ ശക്തി കുറയുമായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് ആ പൂപ്പൽ അന്ന് വളരെയധികം കോമൺ ആയിട്ട് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ വേറെ പല പൂപ്പലുകളും ഉണ്ട് സൈനസിനെ അല്ലാത്ത രീതിയിൽ ബാധിക്കുന്നത്. അപ്പോൾ ഈ പൂപ്പൽ കൊണ്ടുണ്ടാവുന്ന സൈനസൈറ്റിസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ കുറച്ചും കൂടെ കഠിനമായി ട്രീറ്റ്മെന്റ് ചെയ്യണം. നമ്മൾ അതാണ് എന്ന് സംശയിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫാസ്റ്റും അഗ്രസീവും ആയിട്ട് വേഗം ചികിത്സിക്കണം. അതിനെ നമ്മൾ ഒരുപാട് വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു തീരുമാനമായിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞല്ലോ സൈനസിനെ ഒരു എല്ലിന്റെ ഒരു മുറിയായിട്ട് നമ്മൾ ചിന്തിക്കുക. അപ്പം ആ മുറിയുടെ മതിലുകളെ, ഈ എല്ലുകളെ കാർന്നു തിന്നാനുള്ള ശേഷി ഈ പൂപ്പലിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൂപ്പൽ അവിടെ ഇരിക്കും തോറും അത് ഈ എല്ലുകളെ കാർന്നു തിന്ന് കൂടുതൽ സ്പ്രെഡായി ഈ അസുഖം മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ അതിനെ പെട്ടെന്ന് തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ. അപ്പൊ അതാണ് ഈ പൂപ്പലിന്റെ പ്രത്യേകത. അപ്പൊ പൂപ്പൽ ഉള്ളപ്പോൾ ഈ രോഗികൾക്ക് വേറെ പല ലക്ഷണങ്ങളും ഉണ്ടാവും. ചീത്ത വാസന മൂക്കിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. കഫത്തിന് ചീത്ത വാസന. അവർക്ക് തന്നെയല്ല, അവരുടെ അടുത്തിരിക്കുന്നവർക്ക് ഒരു പക്ഷേ ഒരു ശ്വാസം വിടുമ്പോൾ ഒരു ചീത്ത മണം അവർക്ക് തോന്നിയേക്കാം. അപ്പൊ അതൊക്കെ പൂപ്പലിന്റെ പ്രത്യേകതകളാണ്. അത് കൂടാണ്ട് അത് ബാധിക്കുന്ന സൈനസുകൾ കുറച്ചും കൂടെ വേദന, ആ ഭാഗത്ത് എപ്പോഴും ഭാരം, അതൊക്കെ പൂപ്പലിലോട്ട് നമുക്ക് നമ്മുടെ ചിന്ത തിരിച്ചുവിടുന്ന ലക്ഷണങ്ങളാണ്. ആ പൂപ്പലിന്റെ അസുഖം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈനസിനെ അല്ലെങ്കിൽ പല സൈനസുകളെയും ബാധിക്കാവുന്നതാണ്. അതൊന്ന്. രണ്ടാമതായി ഇപ്പോൾ ഒരു സൈനസിനെ മാത്രമായി നമ്മൾ ഐസൊലേറ്റഡ് സൈനസൈറ്റിസ് എന്ന് പറയും. ഏതെങ്കിലും ഒരു സൈനസിനെ മാത്രം ഈ ഇൻഫെക്ഷൻ ബാധിക്കുക. അപ്പോൾ അതിന്റെ കാരണങ്ങൾ നമ്മൾ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഒരു മൂക്കിനകത്ത് എല്ല് തന്നെ വന്ന് ഈ സൈനസിന്റെ വാതിലുകളെ മൂടിക്കളയുക, അല്ലെങ്കിൽ തൊലി വന്ന് കട്ടിയായിട്ട് മൂടിക്കളയുക. ആ തൊലി ആ നോർമലായിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ആ വാതിലിന്റെ സൈസ് ചെറുത്, അല്ലെങ്കിൽ ആ വാതിലിന് നാച്ചുറൽ ആയിട്ട് ഒരു ബ്ലോക്കേജ് വരുന്നു. അപ്പോൾ ആ സൈനസിനകത്ത് നോർമലായിട്ട് ഉണ്ടാവുന്ന കഫം അവിടെ കെട്ടിക്കിടക്കുന്നു, പഴുക്കുന്നു, ക്രോണിക്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു സൈനസിനെ മാത്രമായിട്ടായിരിക്കും ബാധിക്കുന്നത്. അപ്പം അങ്ങനെയും വരാം. അതിന് നമ്മൾ ഐസൊലേറ്റഡ് സൈനസൈറ്റിസ്, ഏത് സൈനസ് ആണോ അതിന് അങ്ങനെ വിശേഷിപ്പിക്കുന്നു. അത് ഒരു വിഭാഗം. രണ്ടാമതായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് അലർജി കാരണം വരുന്ന ക്രോണിക് സൈനസൈറ്റിസ്. അപ്പോൾ ഈ അലർജി എന്ന് പറയുമ്പോൾ രോഗികൾക്ക് മിക്ക ദിവസങ്ങളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മല്, മൂക്കിൽ നിന്ന് വെള്ളം പോലെ വരിക, ഒരു വെയിൽ വരുമ്പോഴത്തേക്കും ആ ബുദ്ധിമുട്ടുകൾ കുറയും. അല്ലാണ്ടും ഇടയ്ക്കിടയ്ക്ക് വിട്ട് പൊടിയടിച്ചാൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒരു തുണിക്കടയിലോ അല്ലെങ്കിൽ പുക അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഉള്ള സ്മെൽസ് ഒക്കെ വരുമ്പോൾ ശക്തമായി വീണ്ടും തുമ്മൽ വരുന്ന ഒരു അവസ്ഥ. പിന്നെ വെള്ളം പോലെ ഒലിക്കുക. ഇതാണ് നെയ്സൽ അലർജിയുടെ, മൂക്ക് സംബന്ധമായ അലർജിയുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള രോഗലക്ഷണങ്ങൾ. അപ്പൊ ഈ അലർജി ഉള്ളവരിൽ ക്രോണിക് സൈനസൈറ്റിസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അലർജി ഉള്ളപ്പോൾ മൂക്കിനകത്ത് നീർക്കെട്ട് വരും. നീർക്കെട്ട് വന്ന് ഈ സൈനസിന്റെ വാതിലുകൾ മൂടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടാണ്ട് ഈ പോളിപ്പ് അല്ലെങ്കിൽ മാംസം വളർച്ച രോഗികൾ വളരെ കോമൺ ആയിട്ട് പറയുന്നതാണ്. മൂക്കിനകത്ത് മാംസം വളർന്നു അല്ലെങ്കിൽ ദശ വളർന്നു എന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് വരുന്നത്. അപ്പൊ ഈ മാംസം വളർച്ച അല്ലെങ്കിൽ പോളിപ്സും ഈ അലർജിയിലാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഞാൻ ഈ മാംസം വളർച്ചയെ കൂടി സംസാരിക്കുമ്പോൾ ഒരു പോയിന്റും കൂടെ ഒന്ന് പറയാം. അതായത് പലപ്പോഴും രോഗികൾ ഈ ദശ വളർന്നു എന്ന് പറഞ്ഞ് വരുന്നത് അവർ കണ്ണാടിയിൽ നോക്കുമ്പോൾ, മൂക്കിനകത്ത് നോക്കുമ്പോൾ എന്തോ ഒരു മാംസം വന്നിങ്ങനെ മൂടിയിരിക്കുന്നത് കാണും. അപ്പൊ അതല്ല നമ്മൾ ഈ മാംസം വളർച്ച അല്ലെങ്കിൽ പോളിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മിക്കപ്പോഴും എന്താന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിനകത്ത് സാധാരണമായി നമുക്ക് ദൈവം തന്ന 2-3 മാംസങ്ങളുണ്ട്. നമ്മൾ അതിനെ ടെർബിനേറ്റ്സ് എന്ന് വിളിക്കും. അപ്പം ആ ടെർബിനേറ്റ്സ് നമുക്ക് ചെറിയൊരു ജലദോഷം വരുമ്പോൾ അല്ലെങ്കിൽ അലർജി ഉള്ളപ്പോൾ തന്നെ ആ ടെർബിനേറ്റ്സിന്റെ സൈസ് വീർക്കും. അപ്പൊ അതാണ് നമ്മൾ ഈ മൂക്ക് കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ വീർത്ത് എന്തോ വന്ന് അടഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നത്. പോളിപ്പ് അങ്ങനെയല്ല. പോളിപ്പ് എന്ന് പറയുന്നത് ഈ സൈനസിന്റെ അകത്ത് നിന്നും പുറത്തോട്ട് വരുന്ന ഒരു മാംസം വളർച്ചയാണ്.
അപ്പൊ അത് വളരെ അധികം വളർന്ന് മൂക്കിന്റെ അറ്റം വരെ എത്തിയാലാണ് അതിനെ നമുക്ക് വ്യത്യാസമുള്ളൊരു മാംസമായിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ സൈനസൈറ്റിസിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ എൻഡോസ്കോപ്പി പോലത്തെ ചെയ്യുമ്പോഴാണ് അതുണ്ട് എന്നുള്ളത് അറിയുന്നത്, ദശവളർച്ച ഉണ്ടെന്നുള്ളത്. അപ്പം ഈ പോളിപ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലർജിയിലാണ് ഏറ്റവും കോമൺ, അല്ലാണ്ടും വരാം. ഈ പോളിപ്പ് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ തുമ്മലാണ് ഈ പോളിപ്പിന്റെ വളർച്ചേനെ കൂട്ടുന്നത്. നമ്മൾ തുമ്മുമ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രഷറാണ്. അപ്പൊ ആ സൈനസിന്റെ അകത്തിൽ നിന്നും ഇതിങ്ങനെ ഒരു വലിവ് പോലെ വന്നാണ് സൈനസിലെ അകത്തുള്ള തൊലി തന്നെ ഇങ്ങനെ മാംസം പോലെ രൂപപ്പെട്ട് പോളിപ്പായി വരുന്നത്. ഈ പോളിപ്സ് ഈ അലർജി മൂലമുള്ള സൈനസൈറ്റിസിൽ വളരെ കോമൺ ആണ്. അത് പല സൈനസുകളെ ഒരുമിച്ച് ബാധിക്കും. പിന്നെ ഈ പൂപ്പൽ വരാം. പിന്നെ ഈ അലർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഈസ്നോഫീലിയ, ഈസ്നോഫിൽ എന്ന് പറഞ്ഞ നമ്മുടെ ബ്ലഡിലുള്ള ഒരു ഘടകത്തിന്റെ അളവ് കൂടുമ്പോഴാണ് ഈ അലർജി മൂലമുള്ള ലക്ഷണങ്ങൾ. അപ്പൊ അങ്ങനത്തെ രോഗികളിൽ പലപ്പോഴും ആസ്മ അതിന്റെ കൂടെ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് തൊലി സംബന്ധമായ അലർജി, അങ്ങനെ അലർജിയുടെ വേറെ പല ലക്ഷണങ്ങളും ആ പേഷ്യൻസിനുണ്ടാവും. ഇനി ഈ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെയും ഇതേപോലത്തെ അസുഖം വരാം. അതിനെ നമ്മൾ നോൺ യൂസ്നോഫിലിക് ആയിട്ടുള്ള ക്രോണിക് റൈനോസൈനസൈറ്റിസും ഉണ്ട്. സോ ഇതൊക്കെയാണ് പ്രൈമറി, അതായത് ഈ സൈനസിനകത്തെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ വരുന്ന നമ്മുടെ ക്രോണിക് സൈനസൈറ്റിസ്, സൈനസ് എന്നുള്ള അവയവത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇനി രണ്ടാമതായി ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡറി, നമ്മുടെ ദേഹത്തിൽ വേറെ അസുഖങ്ങളുടെ ഭാഗമായി നമുക്ക് സൈനസൈറ്റിസ് വരിക. അപ്പം അതിൽ നമ്മൾ നോക്കുമ്പോൾ അതും ഇതുപോലെ തന്നെ ഒരു സൈനസിനെ മാത്രം ബാധിക്കുന്ന രീതിയിലും അല്ല, പല സൈനസുകളെ ബാധിക്കുന്ന രീതിയിലും വരാം. അതിൽ ഒരു സൈനസിനെ മാത്രം ബാധിക്കുന്ന രീതിയിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ പൂപ്പലിന്റെ തന്നെ, അത് അലർജിക് ഫംഗൽ റൈനോസൈനോസൈറ്റിസ് ആയിരുന്നു നമ്മൾ നേരത്തെ സംസാരിച്ചത്. ഇനി സംസാരിക്കുന്നത് ഫംഗൽ ബോൾ അല്ലെങ്കിൽ പൂപ്പലിന്റെ ഒരു വലിയൊരു വളർച്ച പോലെ നമ്മുടെ സൈനസിനകത്തുണ്ടാകുക. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ പ്രതിരോധ ശക്തി കുറവുള്ള അസുഖങ്ങളുള്ളവരിൽ, ഇപ്പം ഷുഗർ ആകാം, ഡയബറ്റീസ് ആകാം, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗങ്ങളാകാം, അല്ലെങ്കിൽ ക്യാൻസർ പോലത്തെ അസുഖങ്ങളുള്ളവർ, അവരുടെ രോഗപ്രതിരോധ ശക്തി വേറെ അസുഖങ്ങളാൽ കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ചെറിയ സാധാരണ രീതിയിൽ ബാധിക്കാത്ത പൂപ്പലുകൾ അവരുടെ സൈനസുകളിൽ ബാധിച്ച് അത് വളർന്ന് ഒരു ബോൾ പോലെയായി സൈനസിനകത്ത് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ. അതും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് ഇല്ലെങ്കിൽ അത് അസുഖം മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി ട്യൂമറുകൾ, ഇപ്പൊ നമ്മൾ ക്യാൻസർ എന്ന് വിശേഷിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ സൈനസിനകത്തും ക്യാൻസറുകൾ വരാം, അതുകൊണ്ടുള്ള മാംസം വളർച്ചകൾ വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോളിപ്പ് പോലെ ആയിരിക്കില്ല അത് കാഴ്ചയിൽ. അപ്പൊ അത് നമ്മൾ ഈ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ പരിശോധന ചെയ്യുമ്പോൾ നമുക്കത് കാഴ്ചയിൽ നിന്നും മനസ്സിലാകും അത് അലർജി മൂലമുള്ള പോളിപ്പാണോ അല്ലാത്ത ടൈപ്പ് മാംസം വളർച്ചയാണോ. അപ്പൊ അല്ലാത്ത ടൈപ്പ് മാംസം വളർച്ച വന്ന് ഈ സൈനസിനകത്ത് ബ്ലോക്ക് ആകുമ്പോഴും ഈ രോഗിക്ക് പലപ്പോഴും സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങളായിട്ടായിരിക്കും അവർ വരുന്നത്. അവർക്ക് മൂക്കടപ്പ്, മൂക്കിൽ നിന്ന് കഫം വരുന്നു, നമ്മൾ അകത്ത് പരിശോധിക്കുമ്പോഴാണ് ഇത് ഇന്നതാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. ആ ക്യാൻസർ പോലത്തെ അസുഖങ്ങളിലും വരാം. ഇതൊക്കെയാണ് ഓരോ സൈനസിനെ ബാധിക്കുന്ന സെക്കൻഡറി കോസസ്. അതെ. പിന്നെ ഇപ്പൊ വേറെ അസുഖങ്ങൾ, ഇപ്പൊ ഒന്ന് നമുക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്നൊക്കെ പറയും. അതായത് ഞാനിപ്പോ പറഞ്ഞല്ലോ, ഈ നമ്മുടെ സൈനസിനകത്ത് ഈ കഫം അറകളിൽ നിന്നും മൂക്കിന്റെ പുറകിലോട്ട് ചലിച്ച് നമ്മൾ വിഴുങ്ങി പോകുന്നു. അപ്പൊ ഇതിന്റെ ഈ കഫത്തിന്റെ ചലനത്തിനെ സഹായിക്കുന്ന സീലിയ, മുടി പോലത്തെ ചെറിയ നാരുകളുണ്ട് നമ്മുടെ മൂക്കിന്റെ അകത്തും സൈനസിനകത്തും. ഈ നാരുകൾ ശരിക്കും പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ഈ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൈമറി സീലിയറി ഡിസ്കൈനേസിയ എന്നൊക്കെ പറയും. അതെ. അപ്പൊ അത് അനങ്ങിയില്ലെങ്കിൽ ഈ കഫത്തിന് നീങ്ങാൻ സാധിക്കില്ല, കഫം കെട്ടിക്കിടക്കുന്നു, സൈനസൈറ്റിസ് വരുന്നു. അതുപോലത്തെ നാരുകൾ നമ്മുടെ ശ്വാസകോശത്തിലും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ശ്വാസകോശം സംബന്ധമായ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ സൈനസൈറ്റിസും വരാം. രണ്ടാമതായിട്ട് വരുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയും. അതായത് നമ്മുടെ ദേഹം തന്നെ ബോഡിയോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ, നമ്മുടെ പ്രതിരോധശേഷി നമുക്കെതിരെ തിരിയുന്നു. അത് തന്നെ. അപ്പം അതുകൊണ്ടുണ്ടാവുന്ന ചില അസുഖങ്ങൾ, പല അസുഖങ്ങളുണ്ട്. ആ അസുഖങ്ങളിലും ഈ സൈനസൈറ്റിസും ക്രോണിക് സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങളും സൈനസിനെ ബാധിക്കുന്നതായിട്ടും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇതൊക്കെയാണ് സൈനസൈറ്റിസിന്റെ കാരണങ്ങൾ. എങ്ങനെയാണ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്? എന്തൊക്കെയാണ് നമ്മൾ സാധാരണ പരിശോധനകളായിട്ട് ചെയ്യുന്നത്? ഈ ഒരു ലക്ഷണങ്ങളിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും, ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നുള്ളത്. ഇനിയും 3 പരിശോധനകളാണ് മെയിൻ ആയിട്ടുള്ളത്. രക്തത്തിന്റെ പരിശോധനകൾ, രണ്ടാമതായിട്ട് ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞത് നമ്മൾ ENT OPDയിൽ തന്നെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ നേസൽ എൻഡോസ്കോപ്പി. അതെ, ഒരു ക്യാമറ ഇട്ട് മൂക്കിനകം പരിശോധിക്കാം. പക്ഷെ അതിന്റെ പേര് കേട്ടാരും പേടിക്കേണ്ടല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ചെറിയ ട്യൂബാണ്. അതെ, വളരെ ഒരു ഈർക്കിലിയുടെ ഇതേ ഉള്ളൂ അതിന്. അപ്പൊ അത് നമ്മുടെ മൂക്കിനകത്തിട്ട് OPDയിൽ തന്നെ 5 മിനിറ്റിൽ തീരുന്ന ഒരു പ്രൊസീജിയറാണ്. പക്ഷെ ആ ഒരു ടെസ്റ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് വിവരങ്ങൾ ലഭിക്കും. അതായത് നമ്മളിപ്പോൾ മൂക്കിനകത്ത് വെറുതെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് ഈ നോർമൽ ആയിട്ടുള്ള ആ ഒരു മാംസം മാത്രമേ കാണത്തുള്ളൂ. ഈ എൻഡോസ്കോപ്പ് ഇട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ സൈനസുകളുടെ ദ്വാരങ്ങൾ കാണാം. അതിൽ നിന്നും പഴുപ്പാണോ വരുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പോളിപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാംസം വളർച്ചയാണോ ഉള്ളത്, ആ സൈനസുകളുടെ വാതിലുകളുടെ തടസ്സം ഫുള്ളായിട്ട് അടഞ്ഞിരിക്കുവാണോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്രെയിനേജ് എങ്ങനെയാണ്, അങ്ങനെ പല വിവരങ്ങളും നമുക്ക് എൻഡോസ്കോപ്പിലൂടെ കാണാൻ പറ്റും. നമുക്ക് മൂക്കിന്റെ
മൂക്കിന്റെ ഏറ്റവും പുറകുവശം വരെ പോകാൻ പറ്റും. ആ എൻഡോസ്കോപ്പിയിൽ നിന്നും അഗെയിൻ നമുക്ക് ഈ അസുഖത്തിന്റെ കാരണങ്ങൾ എന്താണ്, ഈ അസുഖത്തിന്റെ ഒരു സ്റ്റേജ് എന്താണ്, അവസ്ഥ എന്നുള്ളതിന് ഒരു ഐഡിയ കിട്ടും. അതാണ് ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി. പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ ഇപ്പൊ അലർജി പോലത്തെ അസുഖങ്ങൾ നമ്മൾ സസ്പെക്ട് ചെയ്യുമ്പോഴാണ് കൂടുതലും ബ്ലഡ് ടെസ്റ്റിന് ഒരു റോൾ ഉള്ളത്. അലർജിയുടെ IgE എന്ന് പറഞ്ഞ ആന്റിബോഡിയുടെ ലെവൽ, ഇയോസ്നോഫിലിന്റെ കൗണ്ട്, അതൊക്കെയാണ് ബ്ലഡ് ടെസ്റ്റ് വരുന്നത്. അത് കൂടുതലും അലർജി അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സെക്കൻഡറി കോസസ്, നമ്മൾ ദേഹത്തിലെ വേറെ അസുഖങ്ങളുടെ ഭാഗമായി സൈനസൈറ്റിസ് വരുമ്പോൾ ആ അസുഖങ്ങളെ കുറിച്ച് കൂടുതൽ വിവരം ലഭിക്കാനായിട്ടാണ് നമ്മൾ കൂടുതലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. സൈനസിന്റെ അകത്തുള്ള അസുഖങ്ങളിൽ തന്നെ ഈ ബ്ലഡ് ടെസ്റ്റിന് വലിയൊരു റോളില്ല, അലർജിയുടെ ടെസ്റ്റുകളാണ് അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അലർജി ഉണ്ടോ അതുമൂലമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രക്തപരിശോധനകളും സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞ തൊലിയിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം ബ്ലഡ് ടെസ്റ്റ്, പിന്നെ ഈ നേസൽ എൻഡോസ്കോപ്പി. മൂന്നാമതായിട്ടുള്ളതാണ് CT സ്കാൻ. ഈ സൈനസിന്റെ CT സ്കാൻ, പാരാനേസൽ സൈനസിന്റെ പ്ലെയിൻ CT. അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം പൂർണ്ണമായി ഒരു ഐഡിയ കിട്ടും ഈ അസുഖം എന്തുകൊണ്ട് വന്നു, ഏത് സ്റ്റേജിലാണ്, നമ്മൾ ഇനി എന്ത് ചെയ്യണം. ഇപ്പൊ CT സ്കാനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെ സൈനസുകളിലാണ് അസുഖമുള്ളത്. നമുക്കിപ്പോൾ പോളിപ്പ് പുറത്തോട്ട് വരുന്നതാണ് എൻഡോസ്കോപ്പിൽ കാണാൻ പറ്റുള്ളൂ. പക്ഷെ സൈനസിന്റെ അകത്ത് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട്, എത്രത്തോളം എക്സ്റ്റെൻസീവ് ആയിട്ട് സൈനസിന്റെ അകത്ത് ഈ അസുഖം ഉണ്ടെന്നുള്ള വിവരം നമുക്ക് CT സ്കാനിൽ നിന്നാണ് ലഭിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൂപ്പലാണോ, ഇപ്പൊ പൂപ്പലാണെങ്കിൽ CT സ്കാനിൽ നമുക്ക് ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണാം. അപ്പൊ നമുക്കത് പൂപ്പലാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരം ലഭിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ സർജറിയിലോട്ട് നീങ്ങാനായിട്ട് സാധിക്കും. എല്ലുകളെ അത് ദ്രവിപ്പിച്ചിട്ടുണ്ടോ, ഇനിയും ഈ പൂപ്പല് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ സൈനസുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ചില സൈനസുകൾ ഇപ്പം നെറ്റിയിലുള്ളതും കണ്ണിന് മൂക്കിന്റെ ഇടയ്ക്കുള്ളതും തലയുടെ അകത്തുള്ള സൈനസിന്റെ ഒക്കെ മോൾവശം എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറ് ഇരിക്കുന്നതിന്റെ താഴത്തെ എല്ലാണ്, സ്കൾ ബേസ് ആണ്. അപ്പൊ ഇത് എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ ഇത് തലച്ചോറിനകത്തോട്ട് വരെ എക്സ്റ്റെൻസീവ് ആയിട്ട് വളരാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മുടെ പല്ല് സംബന്ധമായ അസുഖങ്ങളിലും നമുക്ക് സൈനസൈറ്റിസ് വരാം. അതായത് നമ്മുടെ മുഖത്തെ സൈനസുകളിൽ, നമ്മുടെ മുഖത്തുള്ള മാക്സിലറി സൈനസിന്റെ ഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ മുകളിലത്തെ പല്ലുകളുടെ റൂഫാണ്. അപ്പം പല്ലുകൾ പറിക്കുമ്പോൾ അല്ലെങ്കിൽ പല്ലിന്റെ റൂട്ടിൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ അത് ഈ അണുബാധ വരുമ്പോൾ ഈ സൈനസിനകത്തോട്ട് അത് പടരാം. കാരണം നമ്മുടെ വാ എന്ന് പറഞ്ഞ ഒരുപാട് അണുക്കളുള്ളൊരു സ്ഥലമാണ്. അപ്പൊ അതും നമ്മുടെ സൈനസും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പൊ അതിൽ നിന്ന് കണക്ഷൻ വന്നു കഴിയുമ്പോൾ അതും സൈനസുകളിലോട്ട് ഇൻഫെക്ഷൻ വരാം. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് CT സ്കാൻ ചെയ്യുമ്പോൾ അറിയാം. അപ്പൊ ഈ 3 പരിശോധനകളും കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അസുഖത്തിന്റെ ഒരു രൂപം കിട്ടും. പിന്നെയാണ് നമ്മൾ ചികിത്സയിലോട്ട് പോകുന്നത്. അപ്പൊ ഈ ചികിത്സ എന്ന് പറയുമ്പോൾ സൈനസിന്റെ പ്രശ്നം പറയുമ്പോൾ തന്നെ ആൾക്കാർ പലപ്പോഴും വിചാരിക്കുന്ന മരുന്ന് കൊണ്ട് മാത്രം ചികിത്സിച്ചാൽ മതിയോ, ഇതിന് ശസ്ത്രക്രിയ വേണോ? മിക്ക സൈനസ് സംബന്ധമായ അസുഖങ്ങളിലും ഈ പൂപ്പൽ ഒഴികെ, പൂപ്പലിലൊക്കെയാണ് നമ്മൾ വലിയ മരുന്നുകൾക്ക് വലിയൊരു പ്രാധാന്യമില്ല. നമ്മൾ സർജറിക്ക് മുന്നോടിയായിട്ട് കുറച്ച് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ മരുന്നുകൾ കൊടുത്തിട്ട് നമ്മൾ സർജറിയിലോട്ട് നീങ്ങാറാണ് പൂപ്പൽ പോലത്തെ അസുഖങ്ങളിൽ. തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് അതൊക്കെ ചുരുക്കാനും നമുക്ക് സർജറി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാക്കാനുമായിട്ട് നമ്മൾ മരുന്നുകൾ കൊടുത്തിട്ട് നമ്മൾ സർജറിയിലോട്ട് നീങ്ങും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ, അതിലൊക്കെ ട്രീറ്റ്മെന്റ് ആ രീതിയിൽ പോകും. പക്ഷെ അല്ലാത്ത സൈനസ് സംബന്ധമായ അസുഖങ്ങളിൽ ആദ്യം കുറച്ചു നാള് നമുക്ക് മരുന്ന് കൊണ്ട് ആശ്വാസം ലഭിക്കാൻ നമ്മൾ ശ്രമിക്കും. അതിൽ ആശ്വാസം ലഭിക്കുന്നില്ലെങ്കിലാണ് നമ്മൾ ശസ്ത്രക്രിയയിലോട്ട് പോകുക. മരുന്നുകൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് മൂക്കിലടിക്കുന്ന സ്പ്രേ, അത് സ്റ്റിറോയിഡ് രൂപത്തിലുള്ള സ്പ്രേകളായിരിക്കും പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പൊ സ്റ്റിറോയിഡ് എന്ന് കേൾക്കുമ്പോൾ അഗൈൻ രോഗികളിൽ വളരെ ഒരു സ്ട്രെസ് ആണ്, അതെന്തോ പാടില്ല എന്നുള്ളത്. പക്ഷെ അതൊരു വളരെ തെറ്റായ ധാരണയാണ്. ഈ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞ മരുന്ന് നമ്മുടെ അലർജി സംബന്ധമായ അസുഖങ്ങളിലും സൈനസ് സംബന്ധമായ അസുഖങ്ങളിലും ഒരുപാട് സഹായിക്കുന്ന മരുന്നാണ്. അതായത് ഗുളികകൾ കഴിക്കുന്നതിനെക്കാട്ടും വളരെ കുറഞ്ഞ ഡോസിൽ മാത്രമേ സ്റ്റിറോയിഡ് അകത്ത് ചെല്ലുന്നു. അതെ, നമ്മൾ സ്പ്രേ രൂപത്തിലും മൂക്ക് കഴുകുന്ന രൂപത്തിലും നമ്മൾ, അപ്പൊ അത് നമ്മുടെ രക്തത്തിലോട്ട് അതിന്റെ അളവ് വളരെ കുറവാണ്. ലോക്കലായിട്ട് മൂക്കിനകത്താണ് അതിന്റെ ആക്ഷൻ വരുന്നത്. ഇനി നമ്മൾ ഗുളിക രൂപത്തിലും ഇത് കൊടുക്കും. അതുകൊണ്ടൊന്നും നമ്മൾ ഈ കേൾക്കുന്ന പോലത്തെ സൈഡ് എഫക്ട്സ് ഒന്നും വരാനില്ല. അതൊക്കെ ദീർഘകാലം ചില അസുഖങ്ങൾ സ്റ്റിറോയിഡ് കഴിക്കേണ്ട വരുമ്പോൾ, പക്ഷെ ആ അസുഖത്തിന് അതേസമയം ആ സ്റ്റിറോയിഡ് മരുന്ന് ആവശ്യമാണ്. അപ്പൊ പിന്നെ നമ്മൾ അതിന്റെ പാർശ്വഫലത്തെ കുറിച്ച് ആലോചിച്ചിട്ട് വലിയ പ്രാധാന്യമില്ല. അപ്പൊ ഇതിൽ കൂടുതലും ഈ സ്പ്രേ രൂപത്തിലും മൂക്ക് കഴുകുന്ന രൂപത്തിലുമുള്ള നേസൽ വാഷസും നേസൽ സ്പ്രേസും ആണ് നമ്മൾ ലോക്കലൈസ് ട്രീറ്റ്മെന്റിന് കൊടുക്കുക. അത് കൂടാണ്ട് അലർജി സപ്രസ് ചെയ്യാനായിട്ട് ആന്റിഹിസ്റ്റമിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗുളികകൾ, സ്റ്റിറോയിഡുകൾ ഓറലായിട്ടും കൊടുക്കും അലർജി. കാരണം നമ്മുടെ പ്രധാനമായ എയിം എന്ന് പറഞ്ഞാൽ മൂക്കിനകത്തെ ഈ നീർക്കെട്ട് കുറയ്ക്കുക, എന്നിട്ട് ഈ സൈനസിന് തടസ്സം മാറ്റി അതിന് നോർമലായിട്ട് ഡ്രെയിൻ ചെയ്യാൻ സഹായിക്കുക.
ശ്രദ്ധിക്കുക. ഈ മൂക്ക് കഴുകുന്ന മരുന്നുകളും അത് തന്നെയാണ് അച്ചീവ് ചെയ്യുന്നത്. അത് ചെന്ന് ഈ സൈനസിനകത്ത് കെട്ടിക്കിടക്കുന്നതിനെ വാഷ് ഔട്ട് ചെയ്ത് കളയുക. അതെ. അപ്പം ആ മരുന്നുകൾ ഉപയോഗിച്ച് രോഗിക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഇതിനെ കുറെയൊക്കെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരു 4 ആഴ്ചയോ അതിൽ കൂടുതലോ ഈ ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തിട്ട് 4 തൊട്ട് 8 ആഴ്ച വരെ കൊടുത്തിട്ടും പേഷ്യൻസിന് ആശ്വാസം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ശസ്ത്രക്രിയയിലോട്ട് തന്നെ പോകേണ്ടി വരും. ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി, അല്ലെങ്കിൽ നമ്മൾ ഫെസ് എന്ന് വിശേഷിപ്പിക്കും. ഇതിന്റെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മുടെ സൈനസിന്റെ സാധാരണയുള്ള പ്രവർത്തനത്തിനെ നമ്മൾ ഒന്നും കൂടെ അതിനെ ഒന്ന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ഈ സർജറി ചെയ്യുന്നത്. മിക്ക രോഗികളും ചോദിക്കുന്നത് അപ്പോൾ സർജറി ചെയ്താൽ ഇനി എനിക്ക് ഒരിക്കലും അസുഖം വരില്ല. അപ്പൊ അങ്ങനെയല്ല. നമ്മൾ ഈ സൈനസിന്റെ സർജറികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമലായിട്ട് ദൈവം നമുക്ക് തന്നേക്കണ ആ വാതിലുകളെ ഒന്ന് വലുതാക്കി കൊടുക്കുക, നല്ല രീതിയിൽ തടസ്സങ്ങളെല്ലാം മാറ്റി വലുതാക്കി കൊടുക്കുക. സോ ദാറ്റ് അടുത്ത പ്രാവശ്യം നമുക്ക് ഇതേപോലെ അസുഖങ്ങൾ, ഈ അലർജി കൊണ്ടോ ഒക്കെ അസുഖങ്ങൾ വരുവാണെങ്കിൽ ഈ പോളിപ്പ് വീണ്ടും വളരാം. അലർജി എന്ന് പറയുന്നത് നമ്മുടെ കൂടെ തന്നെയുണ്ട്. നാളെ തൊട്ട് നമുക്ക് അലർജി ഇല്ല എന്നുള്ളൊരു അവസ്ഥയില്ല. നമ്മുടെ രക്തത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ മൂലമാണ് നമുക്ക് അലർജി ഉള്ളത്. അപ്പോൾ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടാണ് പറ്റുന്നത്, നിയന്ത്രിക്കാം. അപ്പൊ അത് കൂടുന്ന സമയത്ത് നമുക്ക് ഈ മാംസം വളർച്ചയും പോളിപ്പും ഒക്കെ വന്നേക്കാം. പക്ഷെ നമ്മൾ ഈ സർജറി ചെയ്ത് കഴിയുമ്പോൾ അച്ചീവ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഈ മരുന്നുകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്പ്രേക്കും മൂക്ക് കഴുകുന്ന മരുന്നിനും ഒക്കെ സൈനസിനകത്ത് ഈസി ആയിട്ട് ചെന്ന് അതിനെ കുറച്ചും കൂടെ നല്ല എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റും. അപ്പം ഈ ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്ന് പറഞ്ഞാൽ അതൊരു എൻഡോസ്കോപ്പിക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന് കേൾക്കുമല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ദ്വാരം ഉണ്ടാക്കണ്ട, കാരണം മൂക്കിന്റെ നോർമൽ ദ്വാരത്തിനുള്ളിൽ കൂടെ തന്നെ നമ്മൾ എൻഡോസ്കോപ്പ് ഇട്ടാണ് ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അത് ഫുള്ളായിട്ട് ബോധം കെടുത്തി ജനറൽ അനസ്തീഷ്യയിൽ ചെയ്യുന്ന ശസ്ത്രക്രിയയാണ്. അത് ചെയ്യുമ്പോഴാണ് ഇതിന് പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരം മിക്കപ്പോഴും പേഷ്യൻസിന് കിട്ടുള്ളൂ. ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ചികിത്സയല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അനിവാര്യമായി വരുന്ന സാഹചര്യത്തിൽ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അപ്പോഴത് ചെയ്തു കഴിഞ്ഞാലേ രോഗിക്ക് ഒരു ആശ്വാസം കിട്ടുകയുള്ളൂ. ദീർഘനാളായ ചികിത്സ വേണ്ട. ക്രോണിക് സൈനസൈറ്റിസ് ആണെങ്കിൽ മിക്കവാറും നമുക്ക് മറ്റു പല മാർഗങ്ങളിലൂടെ അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടാണ് ഒരു ശസ്ത്രക്രിയയിലേക്ക് പോകുന്നത്. ശസ്ത്രക്രിയക്ക് ശേഷമാണെങ്കിലും ഇപ്പോൾ അലർജി കൊണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അലർജീനെ കൺട്രോൾ ചെയ്ത് അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ തുടർന്ന് പോകണം. എന്നാലാണ് നമുക്ക് ആശ്വാസം നിലനിൽക്കുകയുള്ളൂ. ക്രോണിക് സൈനസൈറ്റിസിനെ കുറിച്ചുള്ള കുറെ പ്രയോജനപ്രദമായ ഈ വിലപ്പെട്ട വിവരങ്ങൾക്ക് വളരെ നന്ദി. താങ്ക് യു.